ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പെട്ടെന്ന് ഋഷി ഞെട്ടി. ശേഷം പ്രാർത്ഥനയോടായി ചോദിച്ചു, മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും പറഞ്ഞ് ഋഷി ചിരിച്ചതും മത്സ്യകന്യകയാകാനായി നിന്ന പ്രാർത്ഥന മനുഷ്യരൂപത്തിൽ തന്നെ അന്നേരം നിലകൊണ്ടു. പെട്ടെന്ന് അങ്ങോട്ട് പ്രത ഓടി വന്നു. ചിരിച്ച മുഖത്തോടെ പ്രത അവളോടായി ചോദിച്ചു, പ്രാർത്ഥന മോളെ, നീയോ? നീ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് വാ എന്റെ കൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയും കൂട്ടി ഗുജറാൾ വീടിന്റെ ടെറസിലേക്ക് പ്രത നടന്നു. പ്രാർത്ഥനയെ ആ ടെറസിൽ കൊണ്ടു നിർത്തി പ്രത ദേഷ്യപ്പെട്ടു. എന്തിനടി നീ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഒന്നും ഞാൻ കണ്ടില്ലെന്ന് നീ കരുതണ്ട. നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞതാ, എന്റെ ഋഷിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ പുരുഷനേക്കാൾ വലുതല്ല എനിക്ക് മറ്റാരും. അന്നേരം പ്രാർത്ഥനയും ദേഷ്യത്തിൽ പ്രതയോടായി ചോദിച്ചു, അമ്മയ്ക്ക് എന്താ എന്നോട് ഇത്രയ്ക്കും ദേഷ്യം? അമ്മ എന്തിനാ അയാൾക്ക് വേണ്ടി 9 മാസം വയറ്റിൽ ചുമന്ന് നടന്ന അമ്മയുടെ ഈ മകളെ തള്ളി പറയുന്നത്? പെട്ടെന്ന് പ്രത അലറി, ഇല്ല, ഞാൻ നിന്റെ അമ്മയല്ല. നീ എന്നെ ഇനി അങ്ങനെ വിളിക്കാനും പാടില്ല. നിന്നോട് എനിക്ക് ഇത്രയ്ക്കും ദേഷ്യം എന്താണെന്ന് നിനക്കറിയണം അല്ലേ? നിന്നെ തെറ്റിദ്ധരിപ്പിച്ചു വിട്ട ആ ആളെ നീ വിശ്വസിക്കുന്ന അത്ര അളവിൽ പോലും നിന്റെ സ്വന്തം അമ്മയായ എന്നെ നീ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നതാണ് സത്യം. നിന്റെ അച്ഛൻ ഒരു നിരപരാധിയാണ്. ആരെയും കൊല്ലാനോ ഇന്ദ്രനീലം കവർന്നെടുക്കാനോ നിന്റെ അച്ഛൻ ശ്രമിച്ചിട്ടില്ല മോളെ. അത് നീ മനസ്സിലാക്ക്. അന്നേരം പ്രാർത്ഥന അതൊന്നും വകവയ്ക്കാതെ തുടർന്നു, ഇല്ല, ഞാനല്ല തെറ്റിദ്ധരിക്കപ്പെട്ടത്. എന്റെ കണ്ണാൽ ഞാൻ നേരിട്ട് കണ്ട സത്യങ്ങളുണ്ട്. അതിനേക്കാൾ വലുതായി എനിക്കിനി ഒന്നും തെളിവായി ആവശ്യമില്ല. എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുമില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടത് അമ്മയാണ്. ഇത്രയും പ്രാർത്ഥന പറഞ്ഞപ്പോൾ പ്രതയ്ക്ക് പ്രാർത്ഥനയോടുള്ള ദേഷ്യം കൂടി. എടി, നിന്നെ ആരാ ഇങ്ങനെ തിരിച്ചുവിട്ടത്? അന്നേരം പ്രാർത്ഥന വിഷ്ണുപ്രിയയുടെ പേര് പറയാനായി തുടങ്ങിയപ്പോൾ വിഷ്ണുപ്രിയ പറഞ്ഞ ഒരു കാര്യം പ്രാർത്ഥന പെട്ടെന്ന് ഓർത്തു. മോളെ പ്രാർത്ഥന, ഒരിക്കലും ഞാനാണ് ഇക്കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തന്നതെന്ന് നീ ഋഷിയോടും പ്രതയോടും പറയരുത്. എങ്കിൽ പ്രത ഇക്കാര്യം ഋഷിയോട് പറഞ്ഞ് എന്നെ ആ ഋഷി കൊല്ലും. പക്ഷെ നിനക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ നിനക്ക് മറ്റൊരു പേര് പറയാം. നിന്റെ അമ്മയുടെ സ്വന്തം സഹോദരിയായ മെഹക് അല്ലെങ്കിൽ ദീപിക പറഞ്ഞതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ആ ഞെട്ടൽ സഹിക്കാനാകില്ല. കാരണം പ്രത ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്നത് അവളുടെ സ്വന്തം സഹോദരി മെഹക്കിനെയാണ്. അതുകൊണ്ട് നീ അവളുടെ പേര് പറയുമ്പോൾ തന്നെ നിന്റെ അമ്മയുടെ പ്രതികരണം നിനക്ക് കാണാൻ കഴിയും. പക്ഷേ നീ ഒരിക്കലും എന്റെ പേര് പറയരുത് മോളെ. ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുത്ത പ്രാർത്ഥന പ്രത ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ തുടങ്ങി. അമ്മയ്ക്ക് അറിയണമല്ലേ ആരാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞതെന്ന്? അറിയണം അല്ലേ? എന്നാ കേട്ടോ, ദീപിക. വല്യമ്മേ, എന്റെ പ്രതയുടെ മകൾ, അതായത് എന്റെ മകൾ. നിൽക്കടി അവിടെ, തൊട്ടു പോകരുത് എന്റെ മോളെ. നീയും നിന്റെ ഭർത്താവും ചേർന്ന് കൊന്നുകളഞ്ഞ നിന്റെ സ്വന്തം ചേച്ചിയായ ദീപിക എന്ന മെഹക്, അവൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത സംഭവമാണ്.